कृष्ण कृष्ण हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे അടുത്തതായി സ്വാഗതം പറയുന്നത് ശ്രീ കോനാട് ദിവാകരക്കുറുപ്പ് അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആദരണീയനും കവിയും പ്രൊഫസറും പൂജാരിയും സാംസ്കാരിക നായകനുമായ വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന വിഷ്ണുനാരായണൻ ചേട്ടൻ, പൗരാണികരായി എത്തിയിരിക്കുന്ന കോനാട് ദിവാകര പണിക്കർ, മറ്റ് എല്ലാ ആചാര്യന്മാരും, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഭക്തജനങ്ങളെ, NSS കരയോഗ ഹാളിലെ സ്വാർത്ഥതയില്ലാത്തവരുമായ ഒരു ഗ്രൂപ്പ്, ഒരു പറ്റം ആൾക്കാർ വന്നു ചേർന്നു. അങ്ങനെ സ്വാധ്യായ സമിതി തുടങ്ങി. സ്വാധ്യായ സമിതി തുടങ്ങിയപ്പോഴേ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാൾ നമ്മളോട് ചോദിച്ചു, ഈ ലോകം മുഴുവൻ ഇങ്ങനെ സപ്താഹങ്ങളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയില്ല, എന്തിനാ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത്? ഇത് വെറുതെ സാമ്പത്തിക പരാധീനതകളല്ലേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന്. സത്യത്തിൽ അതാണ്. ചിന്തിച്ച് നോക്കൂ, തുടർച്ചയായി ഭാഗവത കഥകൾ ഇങ്ങനെ കേട്ട് അതിൽ അലിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നിർവൃത്തി ഓർമ്മ വന്നതല്ല. അതൊക്കെ നമുക്ക് കേട്ട് വിവരാതെ കഴിഞ്ഞിട്ട് മഹാത്മ്യ പ്രഭാഷണം നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടകർ അതിവിശിഷ്ടമായ ഒരു പ്രസംഗം കാഴ്ചവെക്കും. അതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് ശ്രമിക്കേണ്ടതാണ്. കൃഷ്ണനാരായണൻ്റെ രണ്ട് പ്രസംഗം ചെയ്യുന്നത് കേൾക്കണം. അപ്പം അങ്ങനെ അതുപോലെയാണ് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ എല്ലായിടത്തും സപ്താഹങ്ങളായിട്ട് നടക്കട്ടെ.